കോഴിക്കോട് കൂളിമാട് എരഞ്ഞിമാവ് റോഡ് തകർന്ന സംഭവത്തിൽ നടപടിക്ക് ഉത്തരവ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാൻ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉത്തരവിട്ടു. ആവശ്യമായ ക്ലീനിംഗ് നടത്താതെ ടാർ ചെയ്തതാണ് റോഡ് പണി കഴിഞ്ഞ ഉടൻ തന്നെ ഇത് തകരാൻ കാരണം എന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. മുഹമ്മദ് ഷഹീദ് ചേരുന്നു. മുഹമ്മദ് ഷഹീദ്, ഇത് നിർമ്മാണത്തിലെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണമാണ് റോഡ് തകർന്നത് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഉടൻ തന്നെ ഇതൊരു പുനർനിർമ്മാണത്തിന്റെ നടപടികളിലേക്കൊക്കെ കടക്കുമോ? ഇവർക്കെതിരെ നടപടി എടുക്കുന്നതിനൊപ്പം തന്നെ ഈ കൂളിമാട് എരഞ്ഞിമാവ് റോഡിലെ 110 മീറ്റർ ഭാഗമാണ് റോഡിന്റെ പ്രവൃത്തി കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഉടൻ തന്നെ തകർന്നത്. ഈ റോഡ് നിർമ്മാണത്തിന് മുന്നോടിയായി ആവശ്യമായ ക്ലീനിംഗ് പ്രവൃത്തികൾ നടത്തേണ്ടതുണ്ടായിരുന്നു. പക്ഷെ അത് നടത്താതെ റോഡ് നിർമ്മാണം പണി കഴിപ്പിച്ചതാണ് തകരാൻ കാരണമെന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നടപടിയെടുത്തിരിക്കുന്നത്. ഈ പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വീഴ്ച വരുത്തിയ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവരെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. AE പ്രസാദ്, ഓവർസിയർ പ്രവീൺ എന്നിവരെ കോഴിക്കോട് ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റോഡ് കരാറുകാരൻ അടിയന്തരമായി സ്വന്തം ചെലവിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്നും ഉത്തരവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കരാറുകാരന്റെ ലൈസൻസ് 6 മാസത്തേക്ക് റദ്ദാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.